നാം വിടുവിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന സമയങ്ങളുണ്ട്. എന്നൊരു മനുഷ്യൻ തല കുനിച്ച് നടക്കുകയല്ല, പരാജയപ്പെട്ട് ജീവിക്കുകയല്ല, കടബാധ്യത വഹിച്ചുകൊണ്ട് ജീവിക്കുകയല്ല, നിന്ന കേട്ടുകൊണ്ട് ജീവിക്കുകയല്ല. അവൻ ആ വിഷയത്തിൽ നിന്നെല്ലാം ഒരു വിടുതലുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്നോ അങ്ങനെ ഒരു വിടുതൽ നിങ്ങൾക്കും ഉണ്ടാകുമെന്നോ? അങ്ങനെ ഒരു വചനമാണ് ഇന്ന് കർത്താവ് സംസാരിക്കാൻ പോകുന്നത്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31 അധ്യായത്തിൻ്റെ 11 വചനം. യഹോവ യാക്കോബിനെ വീണ്ടെടുത്ത് അവനേക്കാൾ ബലവാനായവന്റെ കയ്യിൽ നിന്ന് അവനെ രക്ഷിച്ചിരിക്കുന്നു. ദൈവം അവനേക്കാൾ ബലവാനായവന്റെ കയ്യിൽ നിന്ന് യാക്കോബിനെ രക്ഷിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് ഒരു നല്ല വാർത്ത അല്ലെങ്കിൽ നല്ലൊരു സന്ദേശം കർത്താവ് തരിക. കഴിഞ്ഞ നാളുകളിൽ നിന്നിലും ബലമേറിയവൻ പല നിലകളിൽ നിന്റെ ജീവിതത്തോട് പോരാടി. ആരോഗ്യ മേഖല, ശാരീരിക മേഖല, സാമ്പത്തിക മേഖല, അങ്ങനെ പല പല മേഖലകളിൽ, മാനസിക മേഖല, പല തരത്തിലുള്ള ഫൈറ്റിങ്ങുകൾ നിനക്കുണ്ടായി. സങ്കീർത്തന പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ 18 സങ്കീർത്തനത്തിൽ വായിക്കുക, എൻ്റെ പ്രാർത്ഥന കേട്ട് ദൈവം ഉയരത്തിൽ നിന്ന് കൈനീട്ടി എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് അവൻ എന്നെ വലിച്ചെടുത്തു. എന്നിട്ട് അതിൻ്റെ താഴെ എഴുതി, അവർ എന്നിലും ബലമേറിയവരായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ശത്രുവിൻ്റെ ബലം കൊണ്ട് നിങ്ങൾ അനുഭവിക്കേണ്ട പല നന്മകളെയും കീഴടക്കി വെച്ചെങ്കിൽ ഇത് നിന്റെ സമയമാ, ഇത് ദൈവപ്രവൃത്തിയുടെ സീസണാ. നമുക്കൊന്നിച്ച് വിശ്വസിക്കാം, യാക്കോബിനെ അവനിൽ ബലമേറിയവന്റെ കയ്യിൽ നിന്ന് ദൈവം രക്ഷിച്ചെടുത്തതുപോലെ ഈ ദിവസങ്ങളിൽ തന്നെ നിങ്ങളുടെ ലൈഫിനെ ഒതുക്കി വെച്ച, നിങ്ങളുടെ കഴിവുകളെ തകർത്തു കളഞ്ഞ, നിങ്ങളുടെ ആത്മീയ കാഴ്ചപ്പാടുകളെ തകർത്തു കളഞ്ഞ, നിങ്ങളുടെ വിശ്വാസ ജീവിതത്തെ വല്ലാതെ അസ്വസ്ഥമാക്കിയ ആ ബലമേറിയവന്റെ കയ്യിൽ നിന്ന് അതിലും ബലവാനായ കർത്താവ് നിന്നെ രക്ഷിച്ച് പുറത്തെടുക്കുവാൻ തീരുമാനിച്ചിരിക്കുക. ഈ ദിവസങ്ങളിൽ ഒരു ബലപ്രയോഗം നടക്കും. യോഹന്നാൻ പറയുക, എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവൻ എന്നിലും ബലമേറിയവന്. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ബലം കൊണ്ട് ശത്രുവിൻ്റെ നിഗൂഢ പദ്ധതികളെ പൊളിച്ച് പുറത്തെടുക്കുവാൻ കർത്താവ് കൃപ തരട്ടെ. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, അമ്മ യാക്കോബിനെ അവനിലും ബലമേറിയവന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചതുപോലെ ജീസസ്, ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ മാനുഷിക ശക്തികൾക്കും മുമ്പിൽ നിന്നെ ഒതുക്കി വെച്ചിരിക്കുന്ന സകല ദുഷ്ടശക്തികളിൽ നിന്നും നിങ്ങളെ കർത്താവ് വിടുവിക്കാൻ പോകും. നമുക്കൊന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, നിന്റെ കുഞ്ഞുങ്ങളുടെ നന്മകളെയും അനുഗ്രഹങ്ങളെയും സമൃദ്ധികളെയും ഉയർച്ചകളെയും വാഗ്ദത്തങ്ങളെയും ഒതുക്കി വെച്ചിരിക്കുന്ന ദുഷ്ടശക്തിയുടെ കയ്യിൽ നിന്ന് അവനിലും ബലമേറിയവൻ വന്ന് വിടുവിക്കുമെന്ന വചനം ഞങ്ങൾ ഓർക്കുക. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ എങ്ങനെ വിടുവിക്കണം? നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ഈ ദിവസങ്ങളിൽ ദൈവം നിന്നെ ശത്രു ഒതുക്കി വെച്ച മേഖലയിൽ നിന്ന് വിടുവിച്ച് രക്ഷിക്കും. ഗോഡ് ബ്ലസ് യു.